ഞങ്ങളുടെയൊക്കെ ചെറിയ കാലങ്ങളിൽ നല്ല കഥയുള്ള സിനിമ കണ്ടു കഴിയുമ്പോൾ തന്നെ ചില കാര്യം തിരുത്തണം എന്ന് പ്രേരിപ്പിക്കുന്ന സിനിമകൾ. അപ്പം ആ രീതിയിലായിരുന്നു അപ്പൻ, അമ്മ, മക്കൾ, കുടുംബബന്ധം, ജീവിത നന്മ, ഇതെല്ലാം ഉള്ള പടങ്ങളായിരുന്നു. പക്ഷെ 1990-കൾ 2000-ന് ശേഷം വരുന്ന കഥകളിലൊക്കെ ഒന്നുകിൽ അപ്പനും അമ്മയില്ലാത്ത കുറേ പേരുടെ കഥകൾ, കുറേ ഓട്ടങ്ങൾ, ബഹളങ്ങൾ, ഒരു സിനിമ എന്താണെന്ന് പോലും നമുക്കറിയത്തില്ലാത്ത രീതിയിൽ, പിന്നെ ഭയങ്കരമായ ക്രൂരത, രക്തം ചൊരിച്ചത്, വെട്ട്, കുത്ത്, അതിന് നല്ല നടന്മാർ പോലും നിന്നു കൊടുക്കുന്ന ഒരു ശോചനീയ അവസ്ഥ. അങ്ങനെ സിനിമ നെഗറ്റീവായിട്ട് സമൂഹത്തിലേക്ക് വരാൻ തുടങ്ങി. അത് കണ്ടിട്ട് ആത്മഹത്യ ചെയ്യുന്നവർ, ആ രീതിയിൽ കൊള്ളയടിക്കുന്നവർ, അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ ഒരുപാട് പടരുമ്പോൾ ഒരു തിരിച്ചുപോക്കിനുള്ള ക്ഷണമാണ് രാജകന്യക എന്ന ഈ സിനിമ. അല്പം കൂടി ഇപ്പം ആര് കണ്ടാലും അവർക്ക് തോന്നും അല്പം കൂടി സത്യസന്ധതയോടെ ജീവിക്കണം, നീതിയോടെ, മാന്യമായി, കരുണയോടെ. അപ്പം അങ്ങനെയൊക്കെ ജീവിക്കാനുള്ള ഒരു പ്രചോദനം കൊടുക്കുകയാണ് ഈ സിനിമ. ഏത് ജാതിയിൽപ്പെട്ടാലും നന്മയിൽ ജീവിക്കണം എന്നുള്ള ഒരു പ്രേരണയും ഈ പടത്തിലൂടെ പ്രേക്ഷകരിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പടമായതുകൊണ്ടാണ് അതിൻ്റെ ഒരു അവസാന ഭാഗത്ത് ഞാനും ഇപ്പോൾ ഒരു റോളെടുത്ത് ആ സിനിമയിലേക്ക് വന്നത്.